അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് വളരെ ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് സലാമത്ത് നൽകട്ടെ. അദ്ദേഹത്തിന് ഖൈറായത് എന്താണ് അല്ലാഹു തആല അതിലേക്ക് അടുപ്പിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. എന്നാൽ അബ്ദുൽ നാസർ മഅദനി ഉസ്താദിൻ്റെ ഈ ആശുപത്രിവാസം പോലും സംഘപരിവാറുകൾ വളരെ മോശമായ രീതിയിൽ ഉസ്താദിൻ്റെ ഫോട്ടോ ചിത്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയാണ്. ഇത്രത്തോളം അധപ്പതിച്ചു പോയൊരു വിഭാഗം. ഇവരിൽ നിന്നും ഇതിലപ്പുറം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണെങ്കിൽ പോലും ഭൂമി ലോകത്ത് ഇത്രത്തോളം എത്ര വലിയ ശത്രുവാണെങ്കിലും ആ മനുഷ്യൻ്റെ മരണം ആഗ്രഹിക്കുന്ന അത്രത്തോളം അപരമത വിദ്വേഷവും വെറുപ്പും തലയിൽ കൊണ്ടു കിടക്കുന്ന ഒരു വിഭാഗം ഭൂമി ലോകത്തുണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം വളരെ മോശമായിട്ടാണ് മഅദനി ഉസ്താദിൻ്റെ ഫോട്ടോ ചിത്രീകരിച്ചുകൊണ്ട് അതിന് താഴെ വന്ന കമൻറ്റുകൾ അതിനേക്കാളും മോശമാണ്. ചില കമൻറ്റുകൾ നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. അത്തരത്തിൽ വളരെ മോശമായ കമൻറ്റുകൾ ഇട്ടുകൊണ്ട് ഇയാൾ ചത്തില്ല, ഇയാൾ നരകിച്ച് ചാവണം രീതിയിൽ ഒരു മനുഷ്യൻ്റെ മരണം ആഗ്രഹിക്കാൻ പോലും അധപ്പതിച്ചു പോയ ഒരു വിഭാഗം സംഘപരിവാർ അല്ലാതെ ഈ ഭൂമി ലോകത്ത് വേറെ ആരാണ് ഉണ്ടാവുക? ആ പിഞ്ച് ഹൃദയമുള്ള അദ്ദേഹത്തിനെ, ആ ഒരു പൊന്നോമനയായിട്ടുള്ള മദനിക്ക് അദ്ദേഹത്തിൻ്റെ പിതാവിനെ പോലും കാണാൻ അനുവദിക്കാത്ത രീതിയിൽ രോഗം പിടികൂടി അദ്ദേഹം വലിയ രീതിയിൽ ആശുപത്രിയിലാണ്. നമുക്കറിയാം അബ്ദുൽ നാസർ മഅദനി എന്ന് പറയുന്ന മനുഷ്യൻ വളരെ ക്രൂരമായ പീഡനങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. 23 വർഷത്തോളമാണ് അദ്ദേഹത്തിൻ്റെ യുവത്വം മുഴുവനും കാരാഗ്രഹത്തിൽ അദ്ദേഹം ചെലവഴിച്ച് കളയേണ്ടി വന്നത്. ഇത്രത്തോളം ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ച, നീതി നിഷേധിച്ച ഒരു മനുഷ്യൻ ഇന്ത്യ രാജ്യത്തുണ്ടാവില്ല. അത്രയധികം ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നെങ്കിലും സംഘികളെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ആ വിശ്വാസത്തിൻ്റെ ദാർഢ്യത കൊണ്ട് തന്നെയാണ്. ശരീരത്തെ പീഡിപ്പിക്കാൻ പറ്റിയേക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ ആത്മവിശ്വാസം, ആ ഈമാനികമായ ചൈതന്യം അതൊരിക്കലും നശിപ്പിക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല എന്നുള്ളതാണ് സത്യം. ആ സംഘപരിവാർ മനസ്സിലാക്കണം. എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്? രാജ്യത്ത് വലിയ കലാപങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലും, ബാബരി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം എന്താണ് പ്രസംഗിച്ചത്? 1000 പള്ളികൾ പൊളിച്ചാലും ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിന്ന് ഒരു പിടി മണ്ണ് പോലും വാരല്ല മക്കളെ എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത്. ആ പ്രസംഗമൊക്കെ കേട്ടിട്ടുള്ള ആളാണ് ഞാനും. ഇന്നും കേൾക്കാൻ ഞാൻ വെല്ലുവിളിക്കുക. ഞാൻ എന്താ പറഞ്ഞത്? 1000 പള്ളികൾ തകർക്കപ്പെട്ടാലും മക്കളെ ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് ഒരു പിടി മണ്ണ് പോലും വാരി മാറ്റരുത് എന്നാ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത്. അല്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ? കേരളത്തിൽ എവിടെങ്കിലും എന്റെ വേദിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ക്ഷേത്രം തകർക്കാൻ പറഞ്ഞോ? ബാബരി മസ്ജിദ് തകർത്തതിന് പകരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കല്ലെറിയാൻ ഞാൻ പറഞ്ഞോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? കേരളത്തിൽ എവിടെയെങ്കിലും ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്നുവരെയെങ്കിലും ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ ആക്രമിക്കണമെന്നോ ഒരു ക്ഷേത്രം പൊളിക്കണമെന്നോ ഒന്നും അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം രൂപീകരിച്ച സംഘടനയായ ISS ആണെങ്കിലും അതിനുശേഷമുള്ള PDP എന്ന രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അതിൻ്റെ പ്രവർത്തകർ ഇന്നുവരെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കൊലപാതകത്തിൽ പങ്കെടുത്തതായി തെളിയിക്കാൻ പറ്റുമോ? ആയിരക്കണക്കിന് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നിട്ടില്ലേ? പക്ഷേ ഏതെങ്കിലും ഒരു കൊലപാതകത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരോ സംഘാടകരോ പങ്കെടുത്തിട്ടുള്ളതായിട്ട് ഇതുവരെ തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു പെറ്റി കേസിലെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളതായി തെളിയിക്കാൻ കഴിയുമോ? പിന്നെ എന്താണ് അദ്ദേഹം ഈ സമൂഹത്തോട് ചെയ്ത തെറ്റ്? 9.5 കൊല്ലമാണ് കോയമ്പത്തൂർ സ്ഫോടന കേസിൻ്റെ പേരിൽ അദ്ദേഹം വിചാരണ തടവുകാരനായി ജയിലിൽ കഴിഞ്ഞത്. അവസാനം അദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു. ഇന്ത്യയിലെ എല്ലാ അന്വേഷണ ഏജൻസികളും ഒത്തൊരുമിച്ച് അന്വേഷിച്ചിട്ട് പോലും കോയമ്പത്തൂർ സ്ഫോടന കേസിൽ ഒരു ചെറിയ പങ്ക് പോലും മഅദനിയുടെ പേരിൽ ആരോപിക്കാനോ ചാർത്താനോ കഴിയാതെ ഇന്ത്യയിലെ സുപ്രീം കോടതി അദ്ദേഹത്തെ നിരപരാധിയാണെന്ന് കണ്ടെത്തി വെറുതെ വിടുകയാണ് ചെയ്തത്. ഇത് ഈ സംഘികൾക്കറിയില്ലേ? പാകിസ്ഥാനിലെ സുപ്രീം കോടതിയല്ല മഅദനിയെ വെറുതെ വിട്ടത്. നമ്മുടെ ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയാണ് മഅദനി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തി അദ്ദേഹത്തെ നിരപരാധിയാണെന്ന് പുറത്തുവിടുന്നത്. 9.5 വർഷം. പിന്നീട് ബാംഗ്ലൂർ സ്ഫോടന കേസ് ഉണ്ടാകുന്നു. അതിൽ 13 വർഷത്തോളമാണ് വിചാരണ തടവുകാരനായി അദ്ദേഹം ബാംഗ്ലൂരിൽ കഴിയേണ്ടി വന്നത്. ഇതേ സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള മോദി ഭരിക്കുന്ന കേന്ദ്ര ഏജൻസികൾ മുഴുവനും നൂലിഴ കീറി പരിശോധിച്ചിട്ട് പോലും ബാംഗ്ലൂർ സ്ഫോടന കേസിൽ മഅദനിക്കെതിരെ കുറ്റം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ച് അദ്ദേഹം കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ടും എന്തിനാണ് സംഘപരിവാർ ഇദ്ദേഹത്തെ ഇപ്പോഴും ഭീകരവാദിയാണെന്ന് മുദ്രകുത്തി അദ്ദേഹത്തിൻ്റെ മരണം പോലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്രത്തോളം ഈ മനുഷ്യനെ ഇവർക്ക് ഭയമായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ
മലപ്പുറത്തെ പൊന്നാനി വലിയ ജുമാ പള്ളിയിൽ ഒരു പ്രത്യേക പ്രാർത്ഥന നടന്നു. പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ പങ്കെടുത്ത ആ പ്രാർത്ഥന ഏറെ വികാരഭരിതവുമായിരുന്നു. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലികഴിച്ച ഏതെങ്കിലും ധീരനായ മുസൽമാന് വേണ്ടിയോ മരണക്കിടക്കയിൽ കഴിയുന്ന സൂഫി വര്യന് വേണ്ടിയോ ആണ് അവിടെ കൂടിയ മനുഷ്യർ ദുആ ചെയ്തതെന്ന് കരുതിയെങ്കിൽ തെറ്റി. രാജ്യത്തെ നീതിന്യായ സംവിധാനം എ ഡേഞ്ചറസ് മാൻ എന്ന് വിശേഷിപ്പിച്ച അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടിയുള്ളതായിരുന്നു പൊന്നാനിയിൽ നടന്ന പ്രാർത്ഥന. മഅദനി എന്ന മനുഷ്യനെ മനസ്സിലാക്കിയ മനസാക്ഷിയുള്ള മുഴുവൻ ആൾക്കാരും അദ്ദേഹത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ രംഗത്തുണ്ടായിരുന്നു. നമുക്കറിയാം, മുകുന്ദൻ സി മേനോനും ജസ്റ്റിസ് കൃഷ്ണയ്യരുമൊക്കെ അക്കൂട്ടത്തിൽ പെടുന്നവരാണ്. അവരൊക്കെ സവർണ കുടുംബത്തിൽ ജനിച്ചവരാണെങ്കിൽ പോലും ആ ഒരു മനോഭാവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ നെഞ്ചാണ്, ഞങ്ങളുടെ ചങ്കാണ് മദനി, ഞങ്ങളുടെ ജീവനാണ് മദനി. മദനിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. ഞാനിപ്പോ മദനി സാഹിബിനെ കണ്ടിട്ട് താഴെ ഇറങ്ങിയപ്പോ 5 വിരലുകളിൽ ഏതിനോട് അദ്ദേഹത്തെ സാമ്യപ്പെടുത്താം എന്നിങ്ങനെ ആലോചിച്ചപ്പോ ഞാൻ ഈ ചെറിയ വിരലുണ്ടല്ലോ, 5ാമത്തെ വിരലാണ് മദനി സാഹിബ് എന്ന് തോന്നി. അതിന്റെ കാരണം നിങ്ങളോട് പറയുന്നതിൽ ഇതിനേക്കാൾ ഉചിതമായൊരു വേദിയില്ല. 5ാമത്തെ വിരൽ തന്നെയാണ് ഒന്നാമൻ എന്നുള്ളതിൽ സംശയമില്ല. 5ാമത്തെ വിരലാണ് ശ്രേഷ്ഠൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 5ാമത്തെ വിരലിനെയാണ് ദൈവം വിജയിയായി പ്രഖ്യാപിച്ചെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മദനി സാഹിബിന് 5ാമത്തെ വിരലായി തോന്നി എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ ആ 5ാമത്തെ വിരൽ ശ്രേഷ്ഠനായി പ്രഖ്യാപിക്കപ്പെടാനുള്ള കാരണം പലരും പഠിപ്പിച്ചു തന്നതുപോലെ കൈകൂപ്പുമ്പോൾ ഏറ്റവും മുന്നിൽ നിന്നു എന്നതായിരുന്നില്ല. മറിച്ച് പിന്നിലാക്കപ്പെട്ടു പോയ മറ്റു 4 പേർക്കു വേണ്ടി സ്വജീവൻ പണയം വെച്ച് ഏറ്റവും മുന്നിൽ നിൽക്കാൻ കാണിച്ച സഹജമായ ആർജവത്തിന്റെ പേരിലാണ് ചരിത്രത്തിൽ ഈ 5ാമത്തെ വിരൽ ശ്രേഷ്ഠനാകുന്നത് എന്നതാണ്. സമൂഹത്തിന്റെ ദൂരതീരങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെടുന്ന സഹജരായ ഇതര മനുഷ്യർക്കു വേണ്ടി 5ാം വിരലായി മുന്നിൽ നിൽക്കുവാൻ കാണിക്കുന്ന ആർജവത്തിന്റെ പേരിലാണ്, ആ ആർജവമാണ് നമുക്ക് ചുറ്റുമുള്ള ഏറ്റവും മാനവികതയുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന്റെ ആധാരശിലയായി മാറുന്നത്. ഒപ്പം അമ്പലമണികളുടെയും വേദമന്ത്രങ്ങളുടെയും വേദ മന്ത്രോച്ചാരണങ്ങളുടെയും ഇടയിൽ ജനിച്ചു വീണ ഞാൻ, അവർണ്ണനധികാരം പീഡിതന് മോചനം എന്ന മുദ്രാവാക്യം 100% സവർണനായ ഞാൻ, അബ്ദുൽ നാസർ മദനി എന്റെ കൈകളിൽ തന്ന ഉദയ സൂര്യന്റെ സുപ്രഭതാകാത്തി 1000 പള്ളികൾ പൊളിച്ചാലും 1000 മദ്രസകൾ തകർത്തെറിഞ്ഞാലും അമ്പലമുറ്റത്തെ ക്ഷേത്രമുറ്റത്തെ ഒരു പിടി മണ്ണ് പോലും വാലരുത് മക്കളെ എന്ന് ഇന്നലകളിൽ നമ്മളോട് വിളിച്ചു പറഞ്ഞ, ഇന്നും അങ്ങ് കർണാടകയിൽ ഇരുന്നു കൊണ്ട് നമ്മളോട് വിളിച്ചു പറയുന്ന അബ്ദുൽ നാസർ മദനി 1000 പള്ളികൾ പൊളിച്ചാലും 1000 മദ്രസകൾ തകർത്തെറിഞ്ഞാലും അമ്പലമുറ്റത്തെ ക്ഷേത്രമുറ്റത്തെ ഒരു പിടി മണ്ണ് പോലും വാലരുത് മക്കളെ എന്ന് നമ്മളെ ഉദ്ബോധനം ചെയ്യുന്ന അബ്ദുൽ നാസർ മദനി, രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യതയും മതേതരത്വവും കാത്തു സൂക്ഷിക്കുവാൻ തന്റെ അവസാന തുള്ളി ചോര പോലും ഭാരത മക്കൾക്ക് വേണ്ടി സമർപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത അബ്ദുൽ നാസർ മദനി. സുപ്രീം കോടതിയിലെ മഅദനിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച 2-അംഗ ബെഞ്ചിലെ സീനിയറായിരുന്നു മാർക്കണ്ഡേ കഡ്ജു. അദ്ദേഹത്തിന് എന്താണ് മഅദനിയെ കുറിച്ച് പറയാനുള്ളത്? I feel the case of Abdul Nasir Madani is also an example of this. He was falsely accused in the Coimbatore bomb blast case and kept in jail illegally from 1998 to 2007 for 9 years, and in 2007 the court said he is innocent. 98 മുതൽ 2007 വരെ 9 വർഷമാണ് കോയമ്പത്തൂരിലെ ബോംബ് സ്ഫോടന കേസിൽ തെറ്റായി നിയമവിരുദ്ധമായി പ്രതി ചേർത്തുകൊണ്ട് അബ്ദുൽ നാസർ മദനി അടക്കപ്പെട്ടതും അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നതും. He was released in 2007 when he was found innocent. Then in 2010 he was again arrested in connection with the Bangalore bomb blast case. 2007 നിയമത്തിന് മുന്നിൽ തന്റെ നിരപരാധിത്വം തെളിയിച്ച് അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ട് അബ്ദുൽ നാസർ മദനി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപാകെ മടങ്ങിയെത്തിയെങ്കിലും 2010 വീണ്ടും ബാംഗ്ലൂരു ബോംബ് സ്ഫോടന കേസിൽ പ്രതി ചേർത്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നാടുകടത്തുന്നതാണ് നാം കണ്ടത്. I was going to grant bail, but it was a 2-judge bench. Both the judges had to agree. My junior judge did not agree. So I could not grant bail and I had to send the matter to the Chief Justice to constitute another bench. And since then, nothing has happened till yet. അന്ന് അബ്ദുൽ നാസർ മദനിക്ക് ജാമ്യം അനുവദിക്കണം എന്ന കർശന നിലപാടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്റെ 2-അംഗ ബെഞ്ചിൽ ഞാൻ എടുത്ത നിലപാടിനോട് എന്റെ സഹജഡ്ജ് എന്റെ സഹപാനൽ ജഡ്ജ് വിയോജിച്ചതുകൊണ്ടാണ് അന്ന് അബ്ദുൽ നാസർ മദനിക്ക് ജാമ്യം ലഭിക്കാതെ പോയത് എന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം അത് വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. So he has remained in jail from firstly he was in jail from 1998 to 2007 for 9 years. Thereafter again from 2010 till today. At present I believe he is under house arrest, but under strict orders he cannot leave Bangalore. So 22 years he has spent in jail. 98 മുതൽ 2007 വരെ 9 വർഷം, 2010 മുതൽ 2023 വരെ, അതായത് ഇന്ന് വരെ ഈ 22 വർഷവും അബ്ദുൽ നാസർ മദനി അന്യായമായ തടങ്കലിലായിരുന്നു എന്ന നിലപാടാണ് എനിക്കുള്ളത്. ഇന്ത്യയിലെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനിരയായി 22 വർഷത്തോളം നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യനാണ് അബ്ദുൽ നാസർ മഅദനി എന്നാണ് മാർക്കണ്ഡേ കഡ്ജു പറയുന്നത്. ആ നീതി നിഷേധത്തിനെതിരെ ശബ്ദിച്ച ആളാണ് മാർക്കണ്ഡേ കഡ്ജു. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ മദനി എന്നെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാനത് വിളിച്ച് സംസാരിക്കുക എന്നുള്ള അഹങ്കാരത്തിൽ പറയല്ല. അദ്ദേഹത്തിന്റെ മഹത്വത്തെ ഞാൻ വർണ്ണിക്കുകയാണ്. അദ്ദേഹം എന്നെ വിളിച്ച്, ഞാൻ ഇതിനോട് ബന്ധപ്പെട്ടവനല്ലെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതിന് ദാസ് വരണം എന്നും പറഞ്ഞപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വരാം എന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷമുണ്ടായ ഒരുപാട് ഫോൺ കോളുകൾ, ദാസ് ഇതിന് പോകുന്നു,
ഇതിൽ നിന്ന് എനിക്കൊന്നും മനസ്സിലായില്ല ഇതെന്താണ്. പക്ഷേ ഇന്നത്തെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് സത്യത്തിന്റെ വാക്കുകൾ എന്റെ സഹോദരൻ മദനി പറഞ്ഞപ്പോൾ എനിക്ക് പൂർണ്ണമായും വിശ്വാസത്തോടുകൂടി ഞാൻ വിശ്വസിക്കുകയാണ്. മരിക്കുന്നതുവരെ അദ്ദേഹം അത് സൂക്ഷിക്കും എന്നെനിക്ക് നല്ല ഉറപ്പായ വിശ്വാസമുണ്ട്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഒരു മാതൃകാ സ്ഥാനമാക്കാൻ നമ്മളെപ്പോലുള്ള പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മദനിയവർകളെ പോലെ ഈ ഇരിക്കുന്ന സന്മനസ്സുള്ള സഹോദരങ്ങളെ കൊണ്ടൊക്കെ അങ്ങനെ സമൂഹത്തിലെ വെളിവും ബോധവും മനസ്സാക്ഷിയുമുള്ള മനുഷ്യന്മാരൊക്കെ മഅദനി എന്ന ആൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സംഘികളെ, മഅദനി ഹൂർലിങ്ങളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന പരിഹസിക്കുന്ന സംഘികളെ നിങ്ങൾ എത്ര പരിഹസിച്ചാലും, നിങ്ങൾ എത്ര തിട്ടൂരങ്ങൾ ഏൽക്കേണ്ടി വന്നാലും അബ്ദുൽ നാസർ മഅദനി എന്ന് പറയുന്ന മനുഷ്യന്റെ ഉള്ളിലുള്ള വിശ്വാസത്തെ ഒരു ചുക്കും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. മഅദനിയുടെ തല ആരുടെ മുമ്പിലും കുനിക്കുമെന്നാണ് ഭാവമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച 12 രാവിൽ റബീഉൽ അവൽ 12 ഈ രാവിൽ പറയുന്നു, ജീവനുള്ളിടത്തോളം കാലം ഇൻഷാ അല്ലാഹ് ഒരു ഏജൻസിയുടെ മുമ്പിലും ഒരു ഭരണകൂടത്തിന്റെ മുന്നിലും അബ്ദുൽ നാസർ മഅദനി തല കുനിക്കില്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ മാത്രമേ കുനിക്കുകയുള്ളൂ. വേറൊരുത്തനും എന്നെ കുനിപ്പിക്കാന്ന് കരുതല്ല. അതിന് നീ എന്റെ ഭാര്യയല്ല. 13 വയസ്സുള്ള എന്റെ പൊന്നുമോൻ ഉമർ മുഖ്താറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിട്ടാലും, 11 വയസ്സുള്ള എന്റെ പൊന്നുമോൻ സലാഹുദ്ദീൻ അയ്യൂബിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിട്ടാലും അബ്ദുൽ നാസർ മഅദനി കീഴടങ്ങൂല. ഒരുത്തനും കീഴടങ്ങൂല. ഇൻഷാ അല്ലാഹ് ജീവനോളത്തോളം കീഴടങ്ങൂല. ഇത് മഅദനിയുടെ അഹങ്കാരമല്ല. അള്ളാഹുവിന്റെ അടിമയാ ഞാൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉമ്മത്തിയാ ഞാൻ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പിന്തുടർച്ചാവകാശിയാ ഞാൻ. ആ ചങ്കുറപ്പോടാ ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സമുദായത്തിൻ്റെ വിശ്വാസത്തെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്ന് സംഘികൾ മനസ്സിലാക്കുക. ശാരീരികമായി ആക്രമിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞേക്കും, കൊന്നുകളയാനും കഴിഞ്ഞേക്കും. ആയിരക്കണക്കിന് പള്ളികൾ പൊളിച്ചു മാറ്റാൻ നിങ്ങളുടെ അധികാരവും സംഘശക്തിയും കൊണ്ട് നിങ്ങൾക്ക് സാധ്യമായേക്കും. പക്ഷേ ഉള്ളിലുള്ള വിശ്വാസത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഒരു സംഘിക്കെന്നല്ല ലോകത്തൊരാൾക്കും സാധ്യമല്ല എന്ന് സംഘികൾ മനസ്സിലാക്കുക. അബ്ദുൽ നാസർ മഅദനിയുടെ കാല് മുറിക്കപ്പെട്ടു. അദ്ദേഹം ഇനിയും ക്രൂരമായി പീഡിപ്പിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത്, മഅദനിയുടെ കാല് ഓട്ടോ ഇടിച്ചു പോയതല്ല. ഇവിടുത്തെ RSSകാരൻ ബോംബെറിഞ്ഞ് ഇല്ലാതാക്കിയതാണ് ആ കാല്. കൊല്ലോട്ട് പീഡിപ്പിച്ചില്ലേ? അതിനു മുമ്പ് കാല് ബോംബെറിഞ്ഞ് തകർത്തില്ലേ? ഇതൊക്കെ കഴിഞ്ഞില്ലേ? കാല് ബോംബെറിഞ്ഞ് തകർത്തതിന്റെ പേരിൽ അബ്ദുൽ നാസർ മഅദനി എന്ന് പറയുന്ന ഈ കൊടും ഭീകരവാദി വലത് കാല് ബോംബ് വെച്ച് തകർത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരുത്തന്റെ ഒരു കാല് തിരിച്ചു ബോംബ് വെച്ച് തകർത്തോ? മഅദനിയെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരുത്തനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചോ? ഒരാളുടെ ഒരു രോഗമെങ്കിലും നശിപ്പിച്ചോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം. ഈ മുറിക്കപ്പെട്ട കാലുമായിട്ട് ഞാൻ 9.5 കൊല്ലം ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ എന്താ പറഞ്ഞത്? എന്റെ വലത് കാല് ബോംബ് വെച്ച് തകർത്തവർക്ക് ഞാൻ മാപ്പ് കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? ഈ കഴിഞ്ഞ നവംബർ മാസത്തിലെ കൊല്ലത്ത് സെഷൻസ് കോടതിയിൽ ഈ കേസ് വന്നപ്പോ ഞാൻ പോയിട്ട് എന്താ പറഞ്ഞത്? എന്നെ ഈ വീൽ ചെയറിൽ ഒരു ജീവച്ഛവം പോലെ ഉരുട്ടിക്കൊണ്ട് മുമ്പിൽ വെക്കുമ്പോൾ, എന്നെ ബോംബെറിഞ്ഞ RSSകാരൻ തൊട്ടു മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം അതിലെ 1-ാം പ്രതി എന്റെ അടുക്കൽ അൻവാർശ്ശേരിയിൽ വന്ന് ഈ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിച്ച് ഞാൻ മുസ്ലിം ആയിക്കോളാമെന്ന് പറഞ്ഞവനാണ് 1-ാം പ്രതി. ആ 1-ാം പ്രതി ഉൾപ്പെടെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ കോടതിക്ക് മുന്നിൽ എന്താ എഴുതി കൊടുത്തത്? ജയിൽ ജീവിതത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചതാ. ഒരു നിമിഷത്തിൽ എന്നോട് ദേഷ്യം തോന്നി എന്നെ കൊല്ലാൻ ശ്രമിച്ച ഇവർക്ക് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട കോടതിയും മാപ്പ് കൊടുക്കണമെന്ന് എഴുതി കൊടുത്തപ്പോൾ ജില്ലാ സെഷൻസ് അഡീഷണൽ ജഡ്ജി വാസവൻ എന്റെ മുഖത്തേക്ക് കുറെ നേരം ഇങ്ങനെ തുറിച്ചു നോക്കിയിരുന്നിട്ട്, കോടതിയാണോ മാപ്പ് കൊടുക്കേണ്ടത്, ദൈവം തമ്പുരാനല്ലേ മാപ്പ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് എന്നെ സാക്ഷി പറയാൻ വിളിച്ചപ്പോൾ ഞാൻ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അത്രത്തോളം കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ എന്റെ കാല് ബോംബ് വെച്ച് തകർത്തവർക്ക് ഞാൻ മാപ്പ് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് വാക്ക് പാലിച്ചുകൊണ്ട് കോടതിക്ക് മുന്നിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചിറങ്ങിപ്പോന്നെങ്കിൽ എന്നിട്ട് ഞാൻ ഭീകരവാദിയാകുന്നു, ഞാൻ തീവ്രവാദിയാകുന്നു. ആ പ്രതി എന്റെ അടുക്കൽ വന്നു, എന്നോട് മാപ്പ് ചോദിച്ചു, എന്റെ കാല് പിടിച്ചിട്ട് അയാൾ, ഇന്നിപ്പോൾ അയാൾ ജീവിച്ചിരിപ്പില്ല, അന്ന് ഞാനിത് ശംഖുമുഖത്ത് പറയുമ്പോൾ അയാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു.
അതിനുശേഷം ഞാൻ ബാംഗ്ലൂർ ജയിലിലായിരിക്കുമ്പോൾ അദ്ദേഹം ക്യാൻസർ ബാധിതനാവുകയും അദ്ദേഹത്തിന്റെ കാലുകളൊക്കെ മുറിച്ചു മാറ്റപ്പെടുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ആ പ്രതിയായിരുന്ന സഹോദരൻ. അദ്ദേഹത്തിന് ഞാൻ പൂർണ്ണമായും മാപ്പ് കൊടുത്തിരിക്കുന്നു, എനിക്ക് അദ്ദേഹത്തോട് പ്രതികാരമില്ല എന്ന് പറഞ്ഞ ആളാണ് അബ്ദുൽ നാസർ മഅദനി. ആ മനുഷ്യനാണ് മരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം ഒരുപക്ഷെ സാധ്യമായേക്കാം. കാരണം ഈ ലോകത്ത് ജനിച്ച എല്ലാ മനുഷ്യരും ഒരിക്കൽ മരിക്കേണ്ടി വരും. അങ്ങനെ മരിക്കേണ്ടി വരുമ്പോൾ പോലും സന്തോഷത്തോടെ പുഞ്ചിരിച്ചു മരിക്കാൻ കഴിയുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതിന് മഅദനിക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയും എത്ര കാലം ജീവിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഒരു മോചനം കിട്ടി കേരളത്തിലെത്തി കേരളത്തിന്റെ മണ്ണിൽ വെച്ചാണോ മരിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത്, അതല്ല ബാംഗ്ലൂരിൽ വെച്ച് മരിക്കേണ്ടി വരുമോ, ഇതൊന്നും അറിയാൻ കഴിയില്ല. പക്ഷെ എന്ത് സംഭവിക്കേണ്ടി വന്നാലും ശരി, ഫാസിസത്തിന്റെ മുന്നിൽ തലകുനിക്കില്ല എന്ന് വളരെ കൃത്യമായി എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുന്നിൽ ഉറപ്പു തരാൻ പറ്റും. അതാണ് എനിക്ക് തരാൻ കഴിയുന്ന ഒരു ഉറപ്പ്. ബഹുമാനം നിന്നും താരം ആ വാക്കിൽ എന്തൊരു സാരം, മണിമുത്താമഴി സത്താം മഹബൂബാം നബിയുടെ ഹുബ്ബാം, ആ കൈകളിൽ ഇന്നും ഭദ്രം ഈ ഇൽമിൻ ശാന്ത സമുദ്രം എന്നും ആ തിരുതണലും തുണയായി നൽകിയിട്. അല്ലാ നിന്റെ കാവലിലെന്നും കനിവും കാട്ടിയിട്.